ഇന്ന് നമ്മൾ ലവ് ബോംബിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ തന്നെ അമിതമായ സ്നേഹം പ്രകടിപ്പിച്ച് ഓവറായിട്ടുള്ള കെയർ കൊടുത്ത് ഓവർ കോംപ്ലിമെന്റ്സ് കൊടുത്ത് ഒരാളെ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും പിന്നീട് അവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയെയാണ് ലവ് ബോംബിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പരിചയപ്പെട്ട ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നീയാണ് എൻ്റെ ലോകം, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, യു ആർ മൈ ഓൾ എന്നൊക്കെ പറഞ്ഞ് ഓവറായിട്ട് എല്ലാ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്ത് അവരെ ഒരു പീക്കിലേക്ക് എത്തിച്ചിട്ട് പിന്നെ അവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഓവർ അഫെക്ഷൻ കാണിച്ച് ഇമോഷണലി അറ്റാച്ച്ഡ് ആക്കിയതിന് ശേഷം ഇവര് ചിലപ്പം നിശബ്ദരാകും. അതല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ട്രൂ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് സ്ലോലിയാണ് അതിന്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. പതിയെ നമ്മളൊരാളെ പരിചയപ്പെടുന്നു, അയാളടുത്ത് ഒരുപാട് സംസാരിക്കുന്നു. കുറേ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ ആഴ്ചകൾ കഴിയുമ്പോൾ നമുക്ക് അയാളോട് ഒരു ഇഷ്ടം തോന്നുന്നു, അവിടെ ഒരു റെസ്പെക്റ്റ് ഉണ്ടാകുന്നു, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒരു ട്രൂ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഗ്രോ ആകുന്നത്. സോ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ലവ് ബോംബിങ്ങിന് ഇരയാകാതിരിക്കുക, ജെന്യുവിൻ ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫൈൻഡ് ചെയ്യുക, അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ബൈ.